ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് എന്റെ മാസമായ ശഅബാൻ, ആ ശഅബാന്റെ 15-ാം രാവിന് അല്ലാഹു നൽകിയ മഹത്തരമായ ഏറ്റവും വലിയ അനുഭൂതികൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിനെക്കുറിച്ച് അറിയണം, പഠിക്കണം. അതിന്റെ ഏറ്റവും വലിയ വിശാലമായ കാര്യങ്ങളിലോട്ട് കടന്നു പോകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധമായ ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത് അല്ലാഹു ബഹുമാനിച്ച കാര്യത്തെ നമ്മൾ ബഹുമാനിക്കണം. അല്ലാഹു ചില മനുഷ്യരെ ബഹുമാനിച്ചിട്ടുണ്ട്, അല്ലാഹു ചില സ്ഥലങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട്, അല്ലാഹു ചില ദിവസങ്ങളെയും മാസങ്ങളെയും ഒക്കെ ബഹുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു ചില മനുഷ്യരല്ലാത്ത മറ്റു ജീവികൾ, മനുഷ്യേതര ജീവികൾ, മൃഗങ്ങൾ, സസ്യലതാദികൾ പലതിനെയും പല നിലയിലും അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഇവിടെ നമ്മൾ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസമാണല്ലോ. അല്ലാഹു ഏറ്റവും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന മാസം വിശുദ്ധമായ റമളാൻ മാസമാണല്ലോ. അതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന വിശുദ്ധമായ ബറാഅത്ത് രാവിന്റെ അനുഗ്രഹീതമായ അനുർവചനീയമായ സുന്ദരമായ നിമിഷങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ മൂല്യങ്ങളും വിലകളും നമ്മൾ അറിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശുദ്ധമായ ബറാഅത്തിന്റെ അതിന്റെ നിർണായക നിമിഷങ്ങൾ എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് നിർണായക നിമിഷങ്ങൾ? മഹാനായ ഇമാമുനാ ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, ബറാഅത്ത് രാവിൽ എന്ത് ദുആ ചെയ്താലും അത് അല്ലാഹു സ്വീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം പറയുന്നു. അല നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നഖതഉൽ അജാലു മിൻ ശഅബാൻ ഇലാ ശഅബാൻ ഹത്താ ഇന്ന الرجل لينكح ويولد له وقد خرج عليه وخرج اسمه في الموتى. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു മനുഷ്യന്റെ അവധി നിർണയിക്കുന്നത് അവൻ എപ്പോൾ മരിക്കുമെന്ന് തീരുമാനിക്കുന്ന രാവാണ് ബറാഅത്ത് രാവ്. മനുഷ്യൻ എപ്പോൾ മരിക്കുമെന്ന് അല്ലാഹു അവന്റെ റിസ്ക് നിശ്ചയിക്കും, അവന്റെ മരണം നിശ്ചയിക്കും. അതുപോലെ അവന്റെ കല്യാണം നടന്നില്ല എങ്കിൽ അത് എപ്പോൾ നടക്കുമെന്ന് അല്ലാഹു നിശ്ചയിക്കും. അവന് കുട്ടികൾ ഉണ്ടാകുന്നത് അല്ലാഹു നിശ്ചയിക്കും. ഇതൊക്കെ റബ്ബ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത ഒരു മാസമാണ് വിശുദ്ധമായ ശഅബാൻ 15-ാം രാവ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും സുന്ദരമായ, ഏറ്റവും ശ്രേഷ്ഠമായ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് കൂലികൾ ധാരാളം മേടിച്ചെടുക്കാനുള്ള ഒരു പുണ്യമായ രാവാണ് നമ്മിലേക്ക് സമാഗതമാകുന്നത്. അതിനെ പുറംകാല് കൊണ്ട് ചവിട്ടിയറിയാതെ അതിനോടുള്ള ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ അതിനോട് പെരുമാറണം. ആ രാത്രിയിൽ ഉറക്കമൊഴിച്ചിരുന്ന് നമ്മൾ ദുആ ചെയ്യണം. ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. മുബാറകായ അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ വിശുദ്ധമായ ഖുർആനിനെ നാം ഇറക്കിയിരിക്കുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയാൻ. അപ്പൊ നമ്മളെല്ലാരും കേട്ടത് ലൈലത്തുൽ ഖദറിന്റെ രാവിലാണല്ലോ ഈ വിശുദ്ധമായ ഖുർആൻ ഇറക്കിയെന്നാണല്ലോ നമ്മൾ കേട്ടേക്കുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. നമ്മൾ അതൊക്കെയാണല്ലോ മനസ്സിലാക്കി വെച്ചിരുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ പറയുന്നു, ഇന്നാ കുന്നാ മുൻദിരീൻ. ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു ഇതിനെ നിർവചനം കൊടുത്തുകൊണ്ട് തഫ്സീർ പറയുന്നു, അല്ലാഹു ആ പറഞ്ഞ രാത്രി ഹിയ ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ. അത് ശഅബാൻ 15-ന്റെ
ദിവസമാണ്. അത് ശഅബാൻ 15ന്റെ രാവാണ്. യുബ്റമു ഫീഹാ അംറുസനാ, ഒരു വർഷത്തെ കാര്യങ്ങൾ കണക്കാക്കുന്ന രാവാണത്. യുൻസഹുൽ ലഹിയാഉ മിനൽ അംവാത്, പടച്ചവനെ ജീവിച്ചിരിക്കുന്നവരെ മരിപ്പിക്കുന്ന അനുഗ്രഹീതമായ ആ രാവിൽ അല്ലാഹു നിർണയിക്കുന്നതാണ്. വയുക്തബുൽ ഹാജ്, ആരാണ് ഹജ്ജ് ചെയ്യുന്നതാരാ? ഈ വരുന്ന ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജ് ചെയ്യുന്നതാരാ? അല്ലാഹു രേഖപ്പെടുത്തുന്ന രാവാണ് പരിശുദ്ധമായ ശഅബാൻ 15ന്റെ രാവ്. വലാ യുസാദു ഫീഹിം ഇല്ലാ അഹദുൻ ഫലാ യുസാദു ഫീഹിം അഹദുൻ വലാ യൻഖുസു മിൻഹും അഹദാ. ആ നിർണയത്തിൽ നിന്ന് ഒന്ന് അധികരിക്കുകയുമില്ല, ഒന്ന് കുറയുകയുമില്ല. അല്ലാഹു ആ രാവിൽ എന്തെല്ലാം കാര്യങ്ങളാണോ നിർണയിച്ചത്, ആ നിർണയിക്കുന്നത് പോലെ നടക്കുന്നതാണ്. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് എന്തെന്നറിയോ? കൃത്യമായിട്ട് നിങ്ങൾ ആ രാവിനെ ഉപയോഗപ്പെടുത്തണേ, കൃത്യമായിട്ട് ആ രാവിലെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. ആ രാവിലെ കിടന്നുറങ്ങി നിങ്ങളുടെ സമയം കളയല്ലേ. എന്ത് ചോദിച്ചാലും അല്ലാഹു തരുന്ന നിർണായക സമയങ്ങളാണ് ബറാഅത്തിന്റെ രാവ്. എന്റെ പൊന്ന് സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനല്ലേ പറഞ്ഞത്. വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, അനുഗ്രഹീത രാവിനെ നശിപ്പിച്ച് മറന്നു കളയല്ലേ സഹോദരങ്ങളെ. എല്ലാവരും ഉണർന്നിരിക്കുക, ദിക്റുകളിലും സ്വലാത്തുകളിലും മുഴുകുക. എന്ത് ചോദിച്ചാലും അല്ലാഹു തരുന്ന രാവാണല്ലോ ബറാഅത്ത് രാവ്. ഇത് പറഞ്ഞതാരാ? ഇമാമുന ശാഫിഈ റഹിമഹുള്ളയാണല്ലോ. 5 രാവുകളിലെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മഹാനവകൾ പറഞ്ഞിട്ട്, രണ്ടാമത് എണ്ണിയ ബറാഅത്ത് രാവിന്റെ പുണ്യമായ ദിനമാണെങ്കിൽ ഒന്നാമത്തത് റജബ് 1ന്റെ രാവാണ്, പിന്നെ വെള്ളിയാഴ്ച രാവാണ്. പെരുന്നാളിന്റെ ഇരുപെരുന്നാളിന്റെ രാവുകളിലും അല്ലാഹു ദുആക്ക് ഇജാബത്ത് നൽകുന്നതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ എല്ലാവരും ഓൺലൈനിലൂടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. ദാറുസ്സലാമിന്റെ മനോഹരമായ കുടുംബാംഗങ്ങളെ, എത്ര പേരാണ് ദുആ ചെയ്യാൻ പറഞ്ഞു വിടുന്നത്? എത്ര പേരാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത്? ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ തമ്പുരാനെ. സലക്കച്ചവടം നടക്കാനുണ്ട്, വിട്ട് കിട്ടണേ അല്ലാ. പടച്ചവനെ, മക്കളില്ല സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ റബ്ബേ. മാരകമായ രോഗങ്ങളാണ് ഉസ്താദേ, സഹിക്കാൻ കഴിയാത്ത വേദനയാണെന്ന് ദുആ ചെയ്യുമോ? എല്ലാവർക്കും അല്ലാഹു തരുന്ന അവസരമാണ് ബറാഅത്ത് രാവ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഖാമ റസൂലുള്ളാഹ് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. മിനല്ലൈലി, ഒരു രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് നിസ്കരിക്കാൻ തുടങ്ങി. ഫസ്വല്ലാ, നിസ്കാരം അങ്ങനെ നിസ്കാരം തന്നെ നിസ്കാരമാണ്. ഫഖാല സുജൂദു, നബി തങ്ങൾ ദീർഘമായിട്ട് അങ്ങ് സുജൂദ് ചെയ്തു. സുജൂദിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുന്നില്ല. ആയിഷ ബീവി അടുത്ത് പോയി കുറേ നേരം നിന്നിട്ട് നബി തങ്ങൾ എഴുന്നേൽക്കുന്നില്ല. ഹത്താ ളനന്തു അന്നഹു ഖദ് ഖുബിള, റസൂലുള്ളാഹി വഫാത്തായി പോയോ എന്ന് ആയിഷ ബീവി പേടിച്ചു പോയി. അങ്ങനെ തോന്നും വിധം അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ ഇങ്ങനെ കിടക്കാൻ. ഫലമ്മാ റഅയ്തു ദാലിക കുന്തു ഹത്താ ഹറത്തു ഇബ്ഹാമഹു, അങ്ങനെ റസൂലുള്ള സുജൂദിൽ നിന്ന് എഴുന്നേറ്റു, തന്റെ വിരലുകൾ അനങ്ങുന്നുണ്ട്. ഫതഹറക ഫറജഅതു ഫസമിഅതും, നബി തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, അഊദു ബിഅഫ്വിക മിൻ നിഖാബിക, പടച്ചവനെ അല്ലാഹ്, നിന്റെ കോപത്തിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു അല്ലാഹ്. വഅഊദു ബിറിളാക മിൻ സുഖ്തിക, നിന്റെ കോപത്തിൽ നിന്ന് എന്നെ മാറ്റിയിട്ട് നിന്റെ തൃപ്തിയിലേക്ക് നീ എന്നെ ചേർക്കണേ അല്ലാഹ്. വഅഊദു ബിക മിൻ ഗൈരിക ലാ ഉഹ്സീ സനാഅ അലൈക അൻത യാ അല്ലാഹ്. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, നിന്നെ ഞാൻ പുകഴ്ത്തുന്നതിനൊരു കണക്കും വെച്ചിട്ടില്ല അല്ലാഹ്. നിന്റെ കോപത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. ആരാണ്
ദുആ ചെയ്യുന്നത്. പ്രപഞ്ചം പടയ്ക്കാൻ കാരണക്കാരനായ റസൂലുള്ളാഹി ഒരു രാത്രിയിൽ ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. ഫലമ്മാ റഫഅ റഅസഹു മിനസ് സുജൂദി ഫഫരിഅ മിൻ സ്വലാത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേറ്റു, നിസ്കാരത്തിൽ നിന്ന് വിട പറഞ്ഞു, സലാം വീട്ടി. വിതങ്ങൾ ചോദിച്ചു, ആയിഷ അളനന്തി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാൻ, നബി തങ്ങൾ നിന്നെ വഞ്ചിച്ചുവെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ആയിഷ? നിന്റെ കൂടെ വന്ന് കിടന്നുറങ്ങാതെ നിനക്ക് കിട്ടുന്ന ദിവസം നിന്റെ അടുക്കൽ വന്നിരുന്നെന്ന് കിന്നാരം പറയാതെ നിന്നെ വഞ്ചിച്ചുകൊണ്ട് മാറി നിന്ന് നിസ്കരിക്കുന്നു എന്നാണോ ആയിഷ നീ വിചാരിച്ചിരിക്കുന്നത്? ബക്കാ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് കരയുകയാണ്. ഞാൻ പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, ഈ ആയിഷ അങ്ങനെ വിചാരിച്ചിട്ടില്ല നബിയേ. വലാകിന്നി, പക്ഷേ ഞാൻ ചിന്തിച്ചു പോയി, ഭാവിച്ചു പോയി. വനന്തു അന്നക ഖുബിൽത, അങ്ങയുടെ റൂഹ് പിടിക്കപ്പെട്ടോ, അങ്ങ് വഫാത്തായി പോയോ എന്ന് ഞാൻ ഭയപ്പെട്ടു നബിയേ. ഫഖഅതു വല സുജൂദക, അങ്ങയുടെ നീണ്ട സുജൂദ് കാരണം അങ്ങ് റൂഹ് പിടിക്കപ്പെട്ടോ, പറഞ്ഞു പോയോ, അങ്ങ് വഫാത്തായി പോയോ എന്ന് ഞാൻ വല്ലാതെ ഭയപ്പെട്ടു. നബി തങ്ങൾ ചോദിക്കുന്നത്, അതദ്രീന അയ്യ ലൈലത്തിൻ ഹാദിഹി യാ ആയിഷ, നിനക്കറിയുമോ പൊന്നുമോളെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബറാഅത്തിന്റെ രാവില്ലെന്ന് പറയുന്നവരുണ്ട്. ബറാഅത്തിന്റെ രാവില്ല എന്നും അതിന് നോമ്പ് പിടിക്കണ്ട എന്നൊക്കെ പല ആളുകളും പറയും. ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ റിവായത്ത് ചെയ്യുന്ന വിശുദ്ധമായ ഹദീസിനെ നോക്കിയേ, അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് ചോദിക്കുന്നു, ആയിഷ നിനക്കറിയോ ഈ രാത്രി ഏത് രാത്രിയാണെന്ന്? ഞാൻ സുദീർഘമായിട്ട് സുജൂദ് ചെയ്ത് ദുആ ചെയ്ത് പൊട്ടിക്കരഞ്ഞ ഈ രാത്രി ഏത് രാത്രിയാണെന്ന് അറിയുമോ ആയിഷ? അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അലം, അല്ലാഹുവും അവന്റെ റസൂലുമല്ലേ ഏറ്റവും കൂടുതൽ അറിയുന്നവർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹാദിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഹാദിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാന്റെ പകുതിയുടെ രാത്രിയാണ് ആയിഷ. ഇത് ശഅബാൻ 15-ാം രാവാണ് ആയിഷ. ഇന്നല്ലാഹ അസ്സ വജല്ല യത്ലിഉ അലാ ഇബാദിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. അറിയുമോ ആയിഷ, ഓരോ ശഅബാന്റെയും 15-ാം രാവിന്റെ അന്ന് അല്ലാഹു ആകാശമണ്ഡലങ്ങളിൽ ഇറങ്ങി വരും ആയിഷ. എന്നിട്ട് ചോദിക്കും, ഫയഗ്ഫിറു ലിൽ മുസ്തഗ്ഫിരീൻ വയർഹമു വയുഅഖിറു അഹ്ലൽ ഹഖ്ദി ബി ആയിഷ. അല്ലാഹു പറയുമത്രേ, ആരാണ് എന്നോട് പൊറുക്കലിനെ തേടുന്നത്? ആരാണ് എന്നോട് പൊറുക്കലിനെ തേടുന്നത്? കൊടുക്കുമെന്ന് പടച്ച തമ്പുരാൻ പറയുമത്രേ. ആരാണ് എന്നോട് കരുണ ചോദിക്കുന്നത്? എന്ത് ചോദിച്ചാലും അല്ലാഹു തരുന്ന രാത്രിയാണ് ബറാഅത്ത് രാവ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരൊറ്റ ഇമാമിങ്ങൾ പോലും, ഒരൊറ്റ മഹത്വമായ പണ്ഡിതന്മാർ പോലും ഇതിന് എതിരെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ആ നിർണായക നിമിഷം, ആ രാത്രി ഉണ്ടാകുന്ന ദുആ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മറുപടി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന നിർണായക നിമിഷം, അത് വല്ലാത്ത അനുഭൂതിയാണ്, വല്ലാത്ത അനുഭൂതിയാണ്. ആ നിർണായക നിമിഷം നശിപ്പിച്ചു കളയല്ലേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രാവിൽ ഒരാൾ പോലും സമയം പാഴാക്കാതെ അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. ആ രാവിൽ എന്തെല്ലാം ചെയ്യണം, നാളെ എന്തെല്ലാം ചെയ്യണമെന്ന് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാം. നാളെ ബറാഅത്ത് രാവിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് ഇൻഷാ അല്ലാഹ് നാളെ 2:30-യുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ വേണ്ടി, മക്കൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി ദുആ ചെയ്യണം.
ഭാര്യയ്ക്ക് സംശയ രോഗമാണ്, ദുആ ചെയ്യാൻ പറയണം. ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ ദുആ ചെയ്യണം. അങ്ങനെ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾ പറയുന്നുണ്ട്. കമന്റിലൊക്കെ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. സ്ഥലക്കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സഹോദരി ഇങ്ങനെ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പടച്ചവൻ എല്ലാ കാര്യങ്ങളും ഖൈർ നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു ഇദാകാനത്ത് ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ, ശഅബാന്റെ രാത്രിയായാൽ ഖൂമു ലൈലഹാ, നിങ്ങൾ ആ രാത്രി നിന്ന് നിസ്കരിക്കണം. വസൂമു നഹാറഹാ, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പ് പിടിക്കണം. ഫഇന്നല്ലാഹ യൻസിലു ഫീഹാ ലിഗുറൂബി ശംസി ഇലാ സമാഇദ് ദുനിയാ, ഒന്നാമത്തെ ആകാശത്തിലേക്ക് അല്ലാഹു ഇറങ്ങി വരും. അലാ മൻ മുസ്തഗ്ഫിറുൻ ലി ഫഅഗ്ഫിറു ലഹു, ആരാണ് എന്നോട് പൊറുക്കലിനെ തേടുന്നത് അവന് ഞാൻ പൊറുക്കി തരാം. അലാ മുസ്തർസിഖിൻ, ആരാണ് എന്നോട് റിസ്കിനെ ചോദിക്കുന്നത്, വീടില്ലാത്ത ആരാണുള്ളത്, കടങ്ങളുള്ളവരാരാണുള്ളത് അല്ലാഹു ചോദിക്കുന്നതാണ്. കടങ്ങളുള്ളവരാരാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങളുള്ളവരാരാണ്, ആ രാത്രിയിൽ കടങ്ങൾ മാറ്റാം. വീടില്ലാത്തവരാരാണുള്ളത്, ആ രാത്രിയിൽ വീട് വെക്കാം. രോഗങ്ങളുള്ളവരാരാണ്, ആ രാത്രിയിൽ ദുആ ചെയ്താൽ എല്ലാ രോഗങ്ങളും ശിഫയാവും. ഈ മനസ്സിന്റെ വിശ്വാസത്തോടു കൂടി വേണം ദുആ ചെയ്യാൻ. മക്കളില്ലാത്തവരാരാണ്, അന്നത്തെ രാത്രിയിൽ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യും. ഒരു കാരണവശാലും അല്ലാഹു തള്ളിക്കളയില്ല. ആ രാത്രിയിലെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് 3 യാസീൻ ഓതാനുണ്ട്. എന്തിനു വേണ്ടിയുള്ളതാണ്? കുറെ വിഭാഗം ആളുകൾക്ക് നാളത്തെ പ്രത്യേകമായ ആ രാത്രിയുടെ പ്രതിഫലം കിട്ടാത്തവര്, അതുപോലെ തന്നെ സൂറത്തുകൾ ഏതാനുള്ള ദിക്റുകൾ ഏതൊക്കെയാണ് ചൊല്ലാനുള്ളത്, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ചർച്ച ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ധാരാളം ആളുകൾ നമ്മുടെ പരിപാടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ വേണ്ടി തയ്യാറാവുക. അസ്മാഉൽ ഹുസ്ന ചൊല്ലി കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ പരിപാടികൾ കാണുന്ന ദാറുസ്സലാമിന്റെ കുടുംബാംഗങ്ങൾ ഓരോരുത്തർക്കും പടച്ചവനെ എല്ലാ ഖൈറുകളും നീ നൽകണേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ റഹ്മാനായ റബ്ബേ, ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ പറയുന്നുണ്ട് റഹ്മാനേ. പൊതുപരീക്ഷയിൽ മക്കൾ വിജയിക്കണമെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. അല്ലാഹുവേ, നീ വിജയിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. ഞങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ പോകുന്നു അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ പാവങ്ങളായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തെല്ലാം ആഗ്രഹങ്ങളാണോ പറയുന്നത്, പടച്ചവനെ സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ക്യാൻസർ പിടിച്ചിട്ട് വേദന സഹിക്കാൻ വയ്യാതെ വീട്ടിൽ കഴിയുന്ന പ്രിയപ്പെട്ട സഹോദരനുണ്ട് റബ്ബേ, ശിഫ നൽകണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, ആക്സിഡന്റിൽ പെട്ട് കഴിയുകയാണ്, കയ്യനക്കാൻ വയ്യ, കാലനക്കാൻ വയ്യ റബ്ബേ, ശിഫ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ റബ്ബേ, എറണാകുളം ജില്ലയിലുള്ള ഒരു കുഞ്ഞിന്റെ പുറത്തൊരു മുഴ വന്നു. പടച്ചവനെ, വല്ലാതെ ആ നാട്ടുകാര് ഭയപ്പെട്ടു പോയി. റിസൾട്ട് വന്നു, അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല. നമ്മളെ മജ്‌ലിസിൽ ദുആ ചെയ്തിരുന്നു. ശിഫ നൽകണേ റബ്ബേ, ആ കുഞ്ഞിനെ നീ കാക്കണേ അല്ലാഹുവേ. പടച്ചവനെ, റഹ്മാനായ തമ്പുരാനെ, കാരുണ്യക്കടലായ അല്ലാഹുവേ, മാരക രോഗങ്ങളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ പോവുകയാണ്. ഒരാള് പോലും അശ്രദ്ധമായിരിക്കല്ലേ. എല്ലാവരും ഇൻഷാ അല്ലാഹ് എന്റെ കൂടെ നിങ്ങൾ ചൊല്ലണേ സഹോദരങ്ങളെ. അസ്മാഉൽ ഹുസ്നയുടെ മനോഹരമായ ഏറ്റവും വലിയ അനിർവചനീയമായ സുന്ദരമായ നാമങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ചൊല്ലുമ്പോ അല്ലാഹു ആ നാമങ്ങൾ കേട്ട് ആനന്ദിക്കുന്നതാണ്. അതുവഴി നമ്മൾ ചെയ്യുന്ന ദുആക്ക് റബ്ബ് മറുപടി തരുന്നതാണ്. ഇന്നലില്ലാഹ്, നിശ്ചയമായും അല്ലാഹുവിനുണ്ട് സുന്ദരമായ